സർ, സബ് കളക്ടർ വന്നിട്ടുണ്ട്. മാം, താങ്ക്സ് ഫോർ കമ്മിങ്. കുറച്ചേരായോ? ഇപ്പൊ എത്തിയുള്ളൂ. എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു? മാം, ഇന്നലെ രാവിലെ വന്നൊരു മെയിൽ. തരുൺ സിംഗ് ഡിയോൾ കേരളത്തിലെത്തുന്നു, അതും വളരെ രഹസ്യമായി. 5G സ്കാമിൽപ്പെട്ട അച്ഛന്റെ കോഴപ്പണം ഇവിടുത്തെ ഒരു റൂളിംഗ് മിനിസ്റ്ററുമായി ചേർന്ന് ഒളിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വരവ് എന്നാണ് മെയിൽ കണ്ടന്റ്. സോഴ്സ് ക്ലിയർ അല്ല, പക്ഷേ മെസ്സേജിന്റെ സ്വഭാവം വെച്ച് ഇറ്റ്സ് ഫ്രം ദ IB ഇൻഫോർമെന്റ് ഗ്രൂപ്പ്. കളക്ടർ സ്ഥലത്തില്ലാത്തോണ്ടാ ഞാൻ മാഡത്തോട് വരണമെന്ന് പറഞ്ഞത്. കമ്മീഷണറോടൊന്ന് സംസാരിക്കാൻ. ഓ, വൈ നോട്ട്, പ്ലീസ് കം. യെസ് മാം. ഈ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു മഹാസാഗരമാണ്. ആ സാഗരത്തിന് തീരത്ത് കൊച്ചു കൊച്ചു വെള്ളാരം കല്ലുകൾ പെറുക്കി നടക്കുന്ന കൊച്ചുകുട്ടികളാണ് നമ്മൾ. പക്ഷെ പെറുക്കിയെടുക്കുമ്പോൾ സൂക്ഷിക്കണം, കുപ്പിച്ചില്ലുകൾ കൊണ്ട് കൈമുറിയാതിരിക്കാൻ. ഇന്നലെ ശരത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഐഡിയയിൽ വന്നു എന്ന് പറയപ്പെടുന്ന മെയിൽ ഇത്തരം ഒരു കുപ്പിച്ചില്ല. ഏതോ കുസൃതി പോയതിന്റെ ഒരു വികൃതി. എൻ്റെ അനു, ഈയിടെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. 2012 ലോകം അവസാനിക്കുന്നു പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു, ന്യൂ ഇയറിൻ്റെ അന്ന്. ഷോ, എനിക്ക് BP കൂടി, നെഞ്ചുവേന വന്നു, വയറിളകി, ആശുപത്രിയിൽ പോയി. എന്ത് കാര്യത്തിന്? ഏതോ മായയുടെ കലണ്ടറിൽ ലോകം അവസാനിക്കുന്നു എന്ന് പറഞ്ഞ് ഏതോ മോന്റെ മെയിൽ വായിച്ചോണ്ട്. സർ, ഇത് അങ്ങനെയുള്ളൊരു ഹോക്സ് അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. IBയിൽ നിന്നും റോയിൽ നിന്നുമുള്ള ടിപ്പ് ഓഫുകളെല്ലാം ഈ അടുത്ത കാലത്ത് ഇങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വെൻ ദേ ആർ നോട്ട് സോ ഷുവർ. ഈ ഏജൻസിയിലെ ക്ലെൻഡസ്റ്റൈൻ മിഷണറീസ് ആണ് ഇത്തരം ഇൻഫർമേഷനുകൾ സ്റ്റേറ്റ് പോലീസിലേക്ക് പാസ് ഓൺ ചെയ്യുന്നത്. സർ, ഈ തരുൺ സിംഗിന് ഇപ്പൊ ഒരു നാഷണൽ അറ്റൻഷൻ കൂടി വരുന്ന സമയമാണ്. IBയുടെ റഡാറിൽ ഹീസ് വൺ ഹോട്ട്സ്പോട്ട് നൗ. 5G സ്കാമിൽ അയാളുടെ അച്ഛൻ വാങ്ങിയെന്ന് പറയുന്ന 5000 കോടി രൂപയുടെ കോഴപ്പണം ലോണ്ടർ ചെയ്യാനുള്ള ടാസ്ക് അയാൾക്കാണെന്നാണ് റൂമർ. അനു പറഞ്ഞതിൽ കാര്യമുണ്ട്, പക്ഷേ ഇയാൾ പറയുന്നത് ശുദ്ധ മണ്ടത്തരം. സർ, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഒരേ കാര്യല്ലേ? ആയിരിക്കാം, പക്ഷെ ഒരു കാര്യം പറയുന്ന വിധത്തിലാണല്ലോ. അതിന്റെ ഒരു വൃത്തി, വെടുപ്പ്, സൗന്ദര്യം അല്ലേ? സർ, തരുൺ സിംഗ് അറിയാതെ തന്നെ നമ്മൾ അയാൾക്ക് വേണ്ട സെക്യൂരിറ്റി കൊടുക്കുന്നു. റൈറ്റ് ഫ്രം ദ എയർപോർട്ട്. യൂഷ്വൽ റൗണ്ട് പോകുമ്പോൾ ഒരു പോലീസ് പെട്രോൾ, പിന്നെ ഡിസ്ഗൈസിൽ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ. തരുൺ സിംഗിന്റെ ഒരു മിനിറ്റ് നമുക്കിതെല്ലാം ചെയ്യാം. ബട്ട് ഐ ഹാവ് വൺ ഡൗട്ട്. ആരാ ഈ തരുൺ സിംഗ്? സർ, എനിക്ക് അറിയാം, പക്ഷേ കാര്യങ്ങൾ ക്ലിയർ ആവണല്ലോ. സർ, ഇതാണ് തരുൺ സിംഗ്. ഇയാളുടെ ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് ഇവിടെ പാലാരിവട്ടത്ത്, വൺ മിസ്റ്റർ റഫീഖ് അഹമ്മദ്. ഈറ്റണിൽ ഒരുമിച്ച് പഠിച്ചവരാണിവർ. ഇയാളുടെ അടുത്തായിരിക്കും ഇങ്ങനെ ഒരു രഹസ്യ വരവിൽ അദ്ദേഹം താമസിക്കാൻ സാധ്യത. ഈ റഫീഖിന്റെ ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സർ, എന്തോ എങ്ങനെയൊക്കെ സാരി ഉടുക്കാം, ഉടുക്കത്തില്ല. താനാ സാരി ഉടുപ്പ് കണ്ടു. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ സാർ. എങ്ങനെ സാരി ഉടുക്കുന്നുള്ള അവരല്ലേ തീരുമാനിക്കുന്നത്. ശരിയാ, നമ്മളങ്ങോട്ട് നോക്കാതിരുന്ന പോരെ. അതെ, പക്ഷെ പറ്റണ്ടേടോ എനിക്കും. സർ, എന്തോ അല്ല സാറൊന്നും കൊടുത്തോ, വേണ്ടുവോളം പ്രൊട്ടക്ഷൻ കൊടുത്തോ. ഇനി ഞാനായിട്ട് ആ സിംഗിന്റെ ജീവൻ അപകടത്തിലായൊന്നും വേണ്ട. അനു, ഇരിക്കൂ. വേണ്ട സർ. അണ്ണാ, നമുക്ക് ഈ തീവ്രവാദം വിട്ടിട്ട് വേറെ വല്ല സെറ്റപ്പ് നോക്കിയാലേ? മിണ്ടാരിയടേ, തീവ്രവാദിയായ വല്ല സയനൈഡെങ്കിലും തിന്ന. അണ്ണ അതല്ല അണ്ണ നമ്മൾ ഇന്നലെ തിന്നത്. എടാ, അത് സലാഡ്. എന്താടാ പെട്ടെന്ന് തീവ്രവാദത്തിനോടൊരു പുജ്ഞം? ഇത്രയും നാള് നീയൊക്കെ എന്തോന്നാടാ എടുത്തു വെച്ച് ഞണ്ണിയത്? സ്മരണ വേണോടാ, സ്മരണ. പുച്ഛമല്ലണ്ണ ഈ റിസ്ക്. ബിരിയാണി കിട്ടാൻ വേണ്ടി പാർട്ടി ജാതിക്കും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമയിലും പൊക്കിക്കൊണ്ടിരുന്ന നമ്മള് തപ്പനല്ലാണ് ഈ തീവ്രവാദികളായത്. ഇവിടെ ലോക ചരിത്രത്തിൽ എല്ലാ തീവ്രവാദികളും ഉണ്ടായത് ഇങ്ങനെ തന്നെടായി. കാർട്ടറും ബർട്ടൺ റസലും ഒക്കെ വായിച്ചിട്ട് ഒരു തണ്ടിയും തീവ്രവാദി ആയിട്ടില്ല. എല്ലാവന്റെ അടിസ്ഥാന പ്രശ്നം ഈ ഞൗ തന്നെ. അതല്ലണ്ണ, ഈ മുസ്ലിം തീവ്രവാദം കൊണ്ടുവന്നപ്പോ അത്യാവശ്യത്തിന് കാശ് നമ്മളെ തടയുമായിരുന്നു. ഒന്നും ചെയ്തില്ലെങ്കിൽ എവിടെ നിന്നാണെന്ന് അറിഞ്ഞൂടെ കൃത്യമായിട്ട് ഫണ്ടിങ് എത്തുമായിരുന്നല്ലോ. പിന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഇത് അധികാരം ഇവിടെ ഓടൂലെന്ന് അണ്ണൻ തന്നെ അല്ലേണെന്ന് പറഞ്ഞത്. എന്റെ ഗ്രഹപ്പഴയുടെ എന്റെ കൂടെ തീവ്രവാദ സെറ്റപ്പിന് ഇറങ്ങിയവന്മാരെല്ലാം വളർന്ന് വലുതായി വലിയ നിലയിലായി. ഞാൻ മാത്രമേ ഉള്ളൂ നിന്നെ പോലെ കുറെ കഴുതകളെ തോളിയിരുത്തിക്കൊണ്ട് റോട്ടിൽ കൂടെ വലിയ നടക്കണത്. അണ്ണാ, തീവ്രവാദം കൊണ്ട് രക്ഷപ്പെട്ട ഒരേ ഒരാളെ കേരളത്തിലുള്ളൂ. അതാര്? മേജർ രവി സാർ.
ശരി തന്നെ. അങ്ങേര് തീവ്രവാദ സെറ്റപ്പിലെടുത്ത എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റാ അല്ലേ അണ്ണ? പിന്നെ ഏത് മതം പിടിക്കും? ഈ ഹിന്ദുവിനും നസ്രാണിക്കും മതത്തിന്റെ അടുത്ത് ഒരു മമതയല്ല. അവർക്കെല്ലാം അവരവരെ കാര്യം തന്നെ. മതം ഈ ബുദ്ധമത തീവ്രവാദം വർക്കൗട്ടാവോ? അതിനിവിടെ ഏത് ബുദ്ധായി? അണ്ണ ഈ ബുദ്ധ ക്രിസ്ത്യാനിയാണ്. അല്ലെന്ന് തോന്നുന്നു. ആരേലും ആയിപ്പോട്ടെ. ഏയ്, ഒരു ഏരിയ വെറുതെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഏത് ഏരിയ? ഒന്ന് പൊടി തട്ടിയെടുത്താൽ ചിമിട്ട സാധനമാ. അതേത് സാധനം? തമിഴ് പുലി, ചിതയിൽ നിന്നുണരുന്ന ഫീനിക്സ് പക്ഷി. ഇവിടത്തെ മീഡിയ മണ്ടന്മാർക്ക് എന്നും കൊതിയുള്ള ഒരു ഐറ്റം ആണത്. Now I am going to give you a very important information. യെസ് സാർ. എന്തുവാടേ? അപ്പൊ അണ്ണ എണീക്കല്ലേ പറഞ്ഞത്? കഷ്ടം. കരൺ സിംഗ് ഡിയോൾ 5G സ്കാമിൽ 5000 കോടി അടിച്ചു മാറ്റി വിദേശ ബാങ്കുകളിൽ നിക്ഷേപിച്ച ഒരഴുക്കപ്പയല്. അദ്ദേഹത്തിന്റെ പുത്രൻ വരുന്നു, തരുൺ സിംഗ് ഡിയോൾ, മറ്റൊരഴുക്കപ്പയല്. എന്തോ കള്ളപ്പണം ഇടപാടാണ്. മന്ത്രി കോശിയുമായി ചേർന്ന് ആ പണം വെളുപ്പിക്കലാണെന്നാണ് കേട്ടത്. ചുരുക്കത്തി പറഞ്ഞാൽ മണി ലോണ്ടറിംഗ്. നമ്മൾ അവനെ പൊക്കുന്നു. അധികമൊന്നും വേണ്ട, ഒരു 50 കോടി. മണ്ടടിച്ച് താഴെ വീഴും. ആ പണം കിട്ടുന്നതോടെ നമ്മൾ സെറ്റിലാകും. കൊള്ളാം. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും, നടത്തും നമ്മൾ. ബി പോസിറ്റീവ്. ഓ നെഗറ്റീവ്. എ ബി നെഗറ്റീവ്. ഓ പോസിറ്റീവ്. സി പോസിറ്റീവ്. എന്ത് വയ്യ എണ്ണ? ശിവനൊക്കെ കൊണ്ടാണല്ലോ ഈശ്വരാജ തീവ്രവാദത്തിന് ഇറങ്ങിയത്. അണ്ണന്റെ സമയം. എടാ ലോയിടെ, വേറെ പിള്ളേരെ കിട്ടാഞ്ഞിട്ടല്ല, നീ ആവുമ്പോ ആ ജിമ്മിയുടെ ഒരു സഹായം കൂടെ ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാ. അവൻ തകിടൊളിപ്പിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പോലീസും പട്ടാളും ഒരു ചക്കച്ചലുണ്ടാക്കാൻ പോണില്ല. ദപിടി. അതെല്ലാം സേഫ് ആയിരിക്കും അലീക്ക. ബാക്കി കാശ്, ബാക്കി ക്യാഷ് ആ DVD എന്റെ കയ്യിൽ വെച്ച് വരുമ്പോ റിസ്ക് ഉണ്ട്. ഈ ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞാ പ്രേം സാറിന് വലിയ പ്രതീക്ഷ. നീ പ്രേംസാഗറിനെ അത്രയ്ക്ക് അങ്ങ് സ്നേഹിക്കല്ലേ? ഓ, ഇന്റർനാഷണൽ വ്യാജന നിന്ന് ഡയലോഗ് അടിക്കുന്നത്. പടച്ചോനെ, മൂപ്പരെന്ത് ഈ നേരത്ത്? അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. നിസ്കാരം കഴിഞ്ഞപ്പോ ഒടുക്കത്തെ വിശപ്പ്. ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാന്ന് വെച്ചു. ആയിക്കോട്ടെ. ഇത് ഷിബു, വോഡാഫോണിന്റെ മാർക്കറ്റിംഗ് മാനേജരാ. ഇടാതെ പിടിച്ചോ, വലിയ പ്രൊഡ്യൂസറാ. ക്രസന്റ് അബൂബക്കർ. അടുത്ത ആഴ്ച അളിയന്റെ പടം ഇറങ്ങാൻ പോവല്ലേ, ഹോട്ടൽ കാലിഫോർണിയ. അളിയൻ കഴിച്ചോളിയാ? ഇല്ലളിയ, അളിയൻ ചെല്ല്, ഞാനിപ്പോ വരാം. ശരി. അല്ല, ഈ അളിയാന്ന് പറയുമ്പോ നിന്റെയൊക്കെ നാട്ടില് കുഞ്ഞമ്മയുടെ മോനാണ് അളിയാന്ന് വിളിക്കുന്നത്. ഒരു സിനിമയുടെ DVD കൊണ്ടുവരാനൊക്കെ ഇത്ര മെനക്കേടുണ്ടോ? അത് ദുബായിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിലോ ഏതെങ്കിലും ഒരു പെട്ടിയിലിട്ട് ഇങ്ങ് കൊണ്ടുവന്നാൽ പോരെ. ഒരു ഭയങ്കര കള്ളക്കടത്തൊക്കെ നടത്തുന്ന ബിൽഡപ്പ് എന്തിന്? പാർട്ടിക്ക് പേടി. അവരത് പറഞ്ഞപ്പോ അണ്ണ എനിക്കും ഒരു പേടി. ഒന്നും സംഭവിക്കുകയല്ല, എന്നാലും ഒരു കരുതൽ. ഇനി അഥവാ എയർപോർട്ടിൽ വെച്ച് നമ്മുടെ സംഭവം എങ്ങാണോ ഒന്ന് ചെക്ക് ചെയ്താ അവിടെ നൂരിപ്പോരാൻ അണ്ണന്റെ ഒരു സപ്പോർട്ട്, അത് മതി അണ്ണ. ഈ പേടി കുടുങ്ങിയാലത്തെ അവസ്ഥ അറിയാലോ. ഡേയ്, ഈ അടുത്ത ആഴ്ച ഇറങ്ങാൻ പോണ പടത്തിന്റെ DVD ഇങ്ങോട്ട് കൊണ്ടുവരണം എന്തിന്? പടം പൊട്ടിക്കാനാണെങ്കിൽ അത് വല്ല ദുബായിൽ നിന്നോ ബഹറിനിൽ നിന്നോ നെറ്റിലേക്ക് അപ്ലോഡ് ചെയ്താൽ പോരെ. ഇത് റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? അണ്ണ, ഇത് വേറെന്തോ വലിയ കളിയാ. അല്ലേ പിന്നെ ഇത്രയും കാശ് എന്ന് എന്നെ മനാഫിനെ ഈ ജോലി ഏൽപ്പിക്കൂ? ഇത്രയും കാശാ? എത്രയും കാശ്? അണ്ണാ, സെറ്റിലാവാനുള്ള കിട്ടും അണ്ണ. പിന്നെ നമ്മുടെ ആ പുതിയ കട തുടങ്ങി. നിനക്കൊന്നൊരു വിലയില്ല അല്ലേടാ. രഹസ്യങ്ങളുടെ കൂമ്പാരമാണ് ഈ നെഞ്ചും കൂട്. തരുൺ സിംഗ് ആണ് വരണത്, ഭയങ്കര രഹസ്യമായിട്ട്. നാളെ രാവിലത്തെ ബോംബെ ഫ്ലൈറ്റിന്. എന്തിനാണെന്നാണ്? കുംഭകോണം. കൊച്ചി മെട്രോ അട്ടിമറിക്കാനുള്ള കുംഭകോണം. ഇവിടുത്തെ ഒരു മന്ത്രിയുമായി കരാർ ഒപ്പിട്ട് അട്ടിമറിക്കും. നമ്മള് ജനങ്ങൾ കരുതകളാ. പക്ഷേ കേരളത്തിലെ പോലീസ് ചുണക്കുട്ടന്മാര് അതിന് സമ്മതിക്കത്തില്ല. ഫുൾ ബന്ധവസായിരിക്കും. തരുൺ സിംഗ് എങ്ങനെ വേഷം മാറി വന്നാലും എൻകൗണ്ടർ നടത്തും. നമ്മൾ എൻകൗണ്ടർ ചെയ്യും. സാറേ, കൗണ്ടർ തല്ലി പൊളിക്കല്ലേ? ഇതൊക്കെ ഒരു കൗണ്ടർ ആണാടോ. അണ്ണാ, നമ്മുടെ DVD നാളത്തെ ബോംബെ ഫ്ലൈറ്റിന്. അയാളോട് പോകാൻ പറ. എടേ, ബോംബെ ഫ്ലൈറ്റാ? ദുബായ് ഫ്ലൈറ്റ് അല്ലേ? 2 ദിവസത്തിന് നേരെയുള്ള ഫ്ലൈറ്റ് ഒന്നും ഇല്ലെണ്ണ. ഏതാണ്ട് എയർ ട്രാഫിക്കോ അങ്ങനെയാണ്ട് കിടുതാപ്പിയാ. നീ ഒരു കാര്യം ചെയ്യ്, അയാളോട് ബോംബെയിൽ വന്ന് ഇറങ്ങിയിട്ട് ഒരു ബുർക്കിയിട്ടോളാൻ പറയും. എയർപോർട്ടിൽ നിന്ന് പിള്ളേർ പൊക്കിക്കോളും.